ഈ ചേട്ടനെ പെണ്ണാണാൻ പോകുമ്പോഴേ സുരന്തയ്ക്ക് വലിയ ടെൻഷനാ. എന്നാ വിവാഹം നടക്കില്ല എന്നറിയുമ്പോ വലിയ ഹാപ്പി ആവുകയും ചെയ്യും. അതൊക്കെ ഞങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ലല്ലോ. ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇനിഷ്യേറ്റീവ് ഒക്കെ വേണ്ടേ? അല്ല, നമ്മൾ മുൻകൈ എടുക്കാന്ന് വെച്ചാലേ ആ കുട്ടി വീട്ടുകാരെ വിട്ട് കൂടെ നിൽക്കണ്ടേ? പിന്നെന്ത് ചെയ്യാനാ? സുഭാഷ് ചേട്ടന് വേറെ എവിടെയെങ്കിലും നമുക്ക് പെണ്ണ് നോക്കാം. കല്യാണം വേഗം നടക്കും. നടക്കുമെന്ന് പറഞ്ഞിരുന്നോണ്ടായില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ആ ബ്രോക്കറെ വിളിച്ച് പറഞ്ഞാലോ? അതാവാം. പക്ഷെ അതിനോടൊപ്പം വേറൊരു കാര്യം കൂടി ചെയ്താലോ? ഏതെങ്കിലും നല്ലൊരു മാട്രിമോണി സൈറ്റിൽ ഒന്ന് രജിസ്റ്റർ ചെയ്താലോ? ഓപ്ഷൻസ് ഒരുപാട് കിട്ടും. അത് കൊള്ളാലോ. അതൊരു നല്ല ഐഡിയ ആണ് കേട്ടോ. നമുക്ക് അത് ചെയ്താലോ ഹരീഷ? പിന്നെ എന്നല്ലേ, ഞാൻ ഫോൺ എടുത്തിട്ട് വരാം. നമുക്ക് ഇപ്പൊ തന്നെ നോക്കിയാലോ? ഓ ആവാം, നല്ല ഐഡിയ. അത് പൊളി അല്ലേ? സുഭാഷിന് മാത്രല്ലേ പേരുള്ളൂ? KB സുഭാഷ്, കയറ്റുപറമ്പിൽ ഭാസ്കരൻ സുഭാഷ്, അതാണ് മുഴുവൻ പേര്. വയസ്സ് 32. ശരിക്കും? കൂടുതൽ തോന്നുന്നില്ലേ? ഏയ് ഇല്ല, കുറവേ തോന്നും. അത് സ്വന്തം ഏട്ടനെ പോലെ തോന്നുന്നുണ്ടാ? ശരിക്കും ഒരു 38 തോന്നും. ഓഹോ, സുഭാഷ് ഏട്ടനല്ല, ഇയാളെ കണ്ട ഒരു 35 പറയും. എന്നെയോ? അല്ലല്ല, പറയും. നീ പോടാ അവിടുന്ന്. അയ്യോ, ഏതുവരെ പഠിച്ചു? +2 കഴിഞ്ഞ് ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാ പണിക്ക് പോയി തുടങ്ങുന്നെന്ന് തോന്നുന്നു. അല്ല, അതോ ഇനി ഡിഗ്രി കഴിഞ്ഞിട്ടാണോ? ഏതായാലും ഗ്രാജുവേറ്റ് എന്ന് എഴുതിക്കോ. ഇത് തന്നെയാണോ പറയാന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ചാ. സുഭാഷ് ഏട്ടൻ 10 കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ പോയില്ലെന്ന് എനിക്കറിയാം. നുണ ശീലിച്ചവരെ പിന്നെ അതൊരിക്കലും മറക്കില്ലല്ലോ. ബ്രദേഴ്സ് 3, അൺമാരിഡ്. അല്ല അത് എന്താ? അല്ല ഒന്നുമില്ല. സുഭാഷ് ഏട്ടന്റെ ഫോട്ടോ ഉണ്ടോ? എന്റെ ഉണ്ട്. ഇതുവരെ ഇത് വേണ്ട, ഞാൻ വേറെ ഫോട്ടോ കൊടുക്കാം. നല്ലതല്ലേ? വേറെ നോക്കാം. ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളാം. നല്ല ഹീറോ പോലെ ഉണ്ട്. ഇത് കൊള്ളാം. എടതി, ഞാൻ അയക്കുന്നുണ്ട്. ഇത് കൊള്ളാം. 3 മാസത്തെ പാക്കേജ് വേണോ അതോ 6 മാസത്തെ പാക്കേജ് വേണോ? എന്ന് വെച്ചാ 3 മാസം കൊണ്ട് കല്യാണം വേണമെന്നുണ്ടെങ്കിൽ ആ പാക്കേജ്. അതനുസരിച്ച് അവരുടെ സർവീസ് മാറും. ഓ, 3 മാസം തന്നെ ആയിക്കോട്ടെ. മതി. സുഭാഷ് ചേട്ടന്റെ കല്യാണം നമുക്ക് 3 മാസം കൊണ്ട് നടത്തണം. എന്താ? പേയ്മെന്റ് അടയ്ക്കണം. അതിനെന്താ കൊടുക്കാലോ? അല്ല, വേറൊന്നുമല്ല. എന്റെ കയ്യിൽ ക്യാഷ് ആയിട്ടാ ഉള്ളത്. ഫോണും സിമ്മും പോയതുകൊണ്ട് അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞേ. അതാണ് ഞങ്ങൾക്കും അത്ഭുതം. ഇത്ര പെട്ടെന്നൊന്നും കയ്യിൽ നിന്ന് ചെലവാക്കാത്ത ആളല്ലേ സുധീഷേട്ടൻ. ഒന്ന് പോടാ അവിടുന്ന്. എടാ, എന്റെ ചേട്ടന്റെ കാര്യത്തിൽ ഞാൻ കൊടുക്കാതിരിക്കോ? ഇയാള് പേയ്മെന്റ് മോഡ് സെലക്ട് ചെയ്തിട്ട് QR കോഡ് കാണിച്ചു, ഞാൻ പേ ചെയ്തോളാം. കാണിച്ച് അയച്ചിട്ടുണ്ട്. സുഭാഷ് ചേട്ടൻ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിരിക്കുന്നു. ഞാൻ പിന്നെ ഇതിന് മടിക്കോടാ. ഇനി എന്ത് വേണം? ഇനിയൊന്നും വേണ്ട. പെൺകുട്ടികളുടെ പ്രൊഫൈൽസ് നമുക്ക് വരും. അത് നോക്കി വേണ്ടത് സെലക്ട് ചെയ്യണം. പിന്നെ അവരുമായിട്ട് മാട്രിമോണിയൽക്കാർ കോൺടാക്ട് ചെയ്ത് നമ്മളെ അറിയിക്കും. അപ്പോ ഓക്കെ. എല്ലാവരും ഒന്നിച്ചിരുന്ന് എന്താ ചർച്ച? അതെ, സുഭാഷ് ചേട്ടനെ പെണ്ണുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെ. പെണ്ണോ? ചുമ്മാ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട പെൺകുട്ടി എങ്ങനെ ആയിരിക്കണമെന്ന്. നികേഷിനെ കൂടുതൽ ഡിമാൻഡ്. സുഭാഷ് ചേട്ടൻ എങ്ങനെയാ? എനിക്ക് അങ്ങനൊന്നുമില്ല മോളെ. ഒരു നല്ല കുട്ടിയായിരിക്കണം, അത്രമാത്രം. അയ്യോ പാവം. സുഭാഷ് ചേട്ടൻ വന്നേ, വന്നിരിക്കെ. ഞാൻ ചോദിക്കട്ടെ. ചോദിക്കട്ടെ. സുഭാഷ് ചേട്ടാ, സുഭാഷ് ചേട്ടന് എങ്ങനെയുള്ള പെണ്ണ് വേണമെന്ന് ആഗ്രഹം? അത് പറ. എടാ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. കെട്ടാൻ പോകുന്ന കുട്ടിയെ കുറിച്ചൊരു സങ്കല്പമില്ലേ? സത്യമായിട്ടും അങ്ങനൊന്നുമില്ല. നികേഷേ, നീ പറ, നിനക്ക് എങ്ങനെയുള്ള പെൺകുട്ടി? എന്നെ ചോദിച്ചാ സുന്ദരിയായിരിക്കണം, നല്ല പഠിപ്പുണ്ടാവണം, ഒരു ജോലിയും വേണേ, പിന്നെ പരസ്പരം മനസ്സിലാക്കാൻ പറ്റണം. അവന് പോലും കൃത്യധാരണയുണ്ട്. അതാണോ? അങ്ങനെ ചോദിച്ചാ പറ. മുടിക്ക് കുറച്ച് നീട്ടം ഉണ്ടാവണം. പിന്നെ നന്നായിട്ട് സാരി എടുക്കാൻ അറിയണം. പിന്നെ അവർക്ക് പാചകം ചെയ്യാൻ അറിയണമെന്നൊന്നുമില്ല. പക്ഷേ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോ അടുത്ത് വന്ന് നിൽക്കണം. ഞാൻ ഉണ്ടാക്കുന്നതിന്റെ സ്വാദൊക്കെ നോക്കി അങ്ങനെ. എന്റെ അമ്മോ, കലക്കിയല്ലോ. ബാക്കി പറ. പിന്നെ എന്നെ ചീത്ത പറയാൻ പാടില്ല. സുഭാഷ് ചേട്ടൻ ആര് ചീത്ത പറയാനാ? അതല്ലടാ, ഞാൻ പറയാം. ഈ കൂടെ ജോലി ചെയ്യുന്നവർ വന്നിട്ട് എപ്പോഴും വീട്ടിലെ ഭാര്യയായിട്ട് വഴക്കിട്ടു 2 ദിവസമായിട്ട് മിണ്ടിയിട്ടില്ല എന്നൊക്കെ പറയും. ആരെങ്കിലും വഴക്കുണ്ടാക്കിയാ ഞാൻ വല്ലാതാവുന്ന എനിക്കറിയാലോ. അപ്പോ വഴക്കുണ്ടാക്കുന്ന ആളാവരുത്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താ അത് പറഞ്ഞാൽ മതി, ഞാൻ തിരുത്തിക്കോളാം. ശരി, വഴക്കുണ്ടാക്കാൻ പാടില്ല. അടുത്തത് അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. മതി. നിർത്തിക്കോ. എടാ, പിന്നപ്പൂച്ച കാലോടക്കണണ്ട അല്ലേ? പറഞ്ഞു വന്നപ്പോ എന്തോരം ഡിമാൻഡ്സ് ആണോ നോക്കി. കൊച്ചു കള്ള. ഇത്രയും മനസ്സിൽ വെച്ചിട്ടാണ് കല്യാണം വേണ്ടെന്ന് പറഞ്ഞല്ലേ കൊച്ചു കള്ള. അങ്ങനെ പോണ്ട. അത് ശരി. എന്തിനാണോ വന്നത് അത് മറന്ന് ഇപ്പൊ ഇതാണോ തന്റെ പരിപാടി? ഞാൻ എന്ത് മറന്നു? അപ്പൊ ഒന്നും ഓർമ്മയില്ലേ? ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്തൊക്കെയായിരുന്നു? ഒരു ജോലി കണ്ടുപിടിക്കണം, 2 കാലിൽ നിൽക്കണം, ആകാശത്തേക്ക് പറക്കണം. ഇപ്പൊ വർക്ക് ചെയ്യാത്തൊരു ടിവിയും തുടച്ച് മാറാലി അടിച്ചങ്ങ് സമയം കളയുന്നു. ഹലോ, അതൊന്നും ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. അതിന് സർട്ടിഫിക്കറ്റ്സ് വേണമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നു. വേണമെങ്കിലേ അത് സംഘടിപ്പിക്കണം മാഡം. അതിനാദ്യം കോളേജിൽ പോയി സംസാരിക്കണം മിസ്റ്റർ. അപ്പൊ പോയി അന്വേഷിക്കണം മാഡം. അല്ലാതെ സുഭാഷ് ചേട്ടന്റെ പെണ്ണ് ആലോചിച്ച സമയം കളയല്ല വേണ്ടത്. അതും നടക്കേണ്ട കാര്യം തന്നെയാണല്ലോ. അത് ശരിയാണ്. പക്ഷെ അതിലും പ്രധാനമല്ലേ നമുക്ക് സർട്ടിഫിക്കറ്റ്സ്. അല്ല, ഞാൻ ശ്രദ്ധിക്കായിരുന്നു. സുഭാഷ് ചേട്ടന്റെ കല്യാണക്കാര്യം വരുമ്പോ നിങ്ങൾക്കൊക്കെ ഒരു ഉഴപ്പ്. ഉഴപ്പോ? ഒരു പെണ്ണ് സുഭാഷ് ചേട്ടന്റെ ഭാര്യയായി വന്ന നിങ്ങൾക്ക് വെക്കാനും വിളമ്പാനും അലക്കാനും
സുഭാഷ് ചേട്ടനെ കിട്ടില്ലാന്ന് വിചാരിച്ചിട്ടില്ലേ? ഈശ്വര മനസ്സിൽ പോലും ഞങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടില്ല കേട്ടാ. ഇയാള് വെറുതെ ഇല്ലാത്തൊന്നും പറഞ്ഞുണ്ടാക്കല്ലേ. ഞാൻ കഥ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് അതിന് ആഗ്രഹമില്ല എന്നുള്ളല്ലേ സത്യം? അയ്യോ അങ്ങനെയൊന്നും അല്ല നിധി. നിധി ഇയാള് വിചാരിച്ച പോലെ ഇയാളുടെ എല്ലാ ആഗ്രഹവും നടക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യത്തിൽ കോളേജിൽ പോകണം തീരുമാനിച്ചതാ. തക്കലിൽ എന്റെ കൂട്ടുകാരിയോട് രാവിലെ ഞാൻ ചാറ്റ് ചെയ്തേ ഉള്ളൂ. നാളെ അവള് കോളേജിലേക്ക് വരാന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതെയോ? ഞാൻ മനസ്സിൽ കണ്ടപ്പോഴേക്ക് ഇയാളത് ഫോണിൽ കണ്ടുല്ലേ. നന്നായി. എന്താ ഒരു മനപ്പുരുത്തം. ഏറ്റില്ല. ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ തന്നെ ട്രാവൽസ് ചെയ്യുന്ന കാർ വരാൻ പറയാം. നമുക്ക് ഒരുമിച്ച് പോവാം. രാവിലെ പോയി കഴിഞ്ഞാലേ വൈകിട്ടോടെ തിരിച്ചെത്താലോ. ഉച്ചയ്ക്ക് നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറന്റിൽ കയറി നല്ല ഊണും കഴിക്കാം. ഹലോ ഞാനതിന് നിങ്ങളോട് കൂടെ വരാൻ പറഞ്ഞില്ലല്ലോ. അല്ല കാറിൽ പോകുന്നല്ലേ എളുപ്പം. ഞാനൊരു ഡ്രൈവറായിട്ട് കൂടെ വരുന്നു, അത്രേ ഉള്ളൂ. അയ്യോ വരണ്ട, ഞാൻ തനിച്ചു പോയിക്കോളാം. എന്തിനാ അത്? അന്ന് ഇന്റർവ്യൂ എന്ന് പറഞ്ഞൊരു തട്ടിപ്പിന് വിളിച്ചോണ്ട് പോയപ്പോ ഞാൻ പറഞ്ഞതല്ലേ എന്റെ ജോലിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന്. അങ്ങനെയൊന്നും ഇയാളെ തനിയെ അയക്കാൻ പറ്റൊന്നുമില്ല. എന്റെ കാര്യം നിശ്ചയിക്കാൻ നിങ്ങളാരാ? എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഇയാളുടെ പറ. ഞാൻ ലോക്കൽ ഗാർഡിയൻ. ആര് പറഞ്ഞു? അത് ഞാൻ തന്നെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ എന്റെ ഗാർഡിയനാവോ? അയ്യോ എന്താ ഇഷ്ടം ഇത്? എന്നെ വിശ്വസിച്ചല്ലേ ഈ വീട്ടിൽ താമസിക്കുന്നത്? നിങ്ങളെയോ? നിങ്ങളെ വിശ്വസിച്ച് ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നില്ല. എന്റെ ചേട്ടന്റെ സ്ഥാനത്ത് വെക്കാൻ സുഭാഷ് ചേട്ടനും 2 അനിയന്മാരും ഉണ്ട്. അവരെ എനിക്ക് വിശ്വാസം. അല്ലാതെ നാവിടുത്തെ കള്ളം പറയുന്ന നിങ്ങൾ ആര് വിശ്വസിക്കാനാ? അപ്പൊ ഞാൻ ആരുമല്ലേ? ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണക്കാരനായ ഒരാൾ മാത്രം. എന്ത് കരുതി എന്റെ ജീവിതത്തിന്റെ മുഴുവൻ രക്ഷാകർത്തത്വം ഏറ്റെടുക്കാന്ന് വിചാരിക്കണ്ട, കേട്ടല്ലോ? അല്ല ഇയാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഞാനല്ലേ. ഞാൻ മുഖേനല്ലേ ഈ ചേട്ടനും അനിയന്മാരൊക്കെ ഉണ്ടായത്. അപ്പൊ പിന്നെ ഞാൻ ആരുമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ അംഗീകരിച്ചാൽ ഇല്ലെങ്കിൽ എനിക്കൊരു ചുക്കൂല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സത്യത. അതുകൊണ്ട് അനാവശ്യമായിട്ട് എന്റെ കാര്യങ്ങൾ ഇടപെടണ്ട. നാളെ ഞാൻ ഒറ്റയ്ക്ക് എന്നെ തക്കലേക്ക് പോകും. അതിനാരും കൂട്ട് വേണ്ട. എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. അതൊന്നും ശരിയാവില്ല നിധി, ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ സമ്മതം എനിക്ക് വേണ്ടെന്നേ. എന്റെ കാര്യത്തിൽ ഇടപെടണമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. എന്റെ സർട്ടിഫിക്കറ്റുകൾ ഞാൻ സംഘടിപ്പിച്ചോളാം. എന്നിട്ട് ഞാൻ തന്നെ ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. നിങ്ങളുടെ സഹായം വേണ്ട, മനസ്സിലായല്ലോ? പതുക്കെ ശരി സമ്മതിച്ചു. വെറുതെ ബഹളം വയ്ക്കണ്ട. കൊങ്ങിനൊരു കുറവില്ല. അതെ എനിക്ക് മുങ്കുണ്ട്. നിങ്ങളുടെ മുന്നിൽ എത്രയല്ല അത് മാറ്റാൻ ഞാൻ ഉദ്ദേശിച്ചില്ല. ഈശ്വര അതും കേട്ടോ. വെള്ളം ചേർക്കാത്തോർ അമൃതിന് സമമാം നല്ല മാട്ടറമ്മ ചില്ല് ഗ്ലാസ്സിലൊഴിച്ച് വായിലേക്ക് കമഴ്ത്തി. ഇന്ന് കവിതയുമേലാണല്ലോ. എന്തേലും വെറൈറ്റി വേണ്ടേ? അതാ അച്ചാറ് തൊട്ടു നക്കി നിൽപ്പനടുപ്പതിനേക്കാൾ ഇനി ലേശം വെള്ളമാവാം. നീ എങ്ങനെയാണ് ഒറ്റയ്ക്ക് പോകുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സുഭാഷ് ചേട്ടാ, അതെ നാളെ നിധി കോളേജിലേക്ക് സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാൻ പോകണത്രേ. അവളെ നാളെ തന്നെ കിട്ടുമോ? ഇല്ല, അപ്ലൈ ചെയ്ത് പോരാ. ശരി, അപ്പൊ ഒരു കാര്യം ചെയ്യും. നികേഷേ നിങ്ങളുടെ ചെല്ലേ. അയ്യോ എനിക്ക് പറ്റില്ല. നാളെ ഒരു ടെസ്റ്റ് ഉണ്ട്. ക്ലാസ്സിൽ പോയിരുന്നോ ശരിയാവില്ല കേട്ടോ. അവന്റെ ക്ലാസ് എന്തിനാ മുടക്കുന്നത്? ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന വിചാരിച്ചു. ഒറ്റയ്ക്കോ? അതിനെന്താ? അല്ല പോയി വരാൻ മാത്രം ഒരു 6-7 മണിക്കൂർ വേണ്ടേ? പിന്നെ അവിടുത്തെ സമയം വേറെ. അതെ തിരിച്ചെത്തുമ്പോ ഒരുപാട് വൈകും. കൂടെ ഒരാളുള്ളത് നല്ലതല്ലേ? അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേട്ടാ. ഇപ്പൊ കേട്ടില്ലേ സുഭാഷ് ചേട്ടൻ പറഞ്ഞത്? കോളേജില് എന്റെ ഒരു ഫ്രണ്ട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. സുഭാഷ് ചേട്ടാ ഞാൻ കൂടെ ചെല്ലാന്ന് പറഞ്ഞതാ. പക്ഷെ കേൾക്കണ്ടേന്ന്. ഞങ്ങക്ക് കാറിൽ പോയി കാറിൽ തിരിച്ചു വരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ? അതെന്തോ ഞാൻ വന്ന കുഴപ്പം? അയ്യോ വേണ്ട, എനിക്ക് ആ ആളെ അറിയാം, ഈ ആളെ അറിയാം, ഞാൻ വാങ്ങിച്ചുതരാം എന്നൊക്കെ വലിയ വർത്തമാനം പറഞ്ഞിട്ട് എന്റെ സമയം കളയാനല്ലേ? ഞാൻ ബസ്സിൽ പോയിട്ട് തിരിച്ചു വന്നോളാം. ആരുടെ സഹായം എനിക്ക് വേണ്ട, നിങ്ങളെ ഒട്ടും വേണ്ട. ഏടത്തി കൂടെ കൂട്ടുന്നത് വാശിയിലാണല്ലോ. പക്ഷെ നമ്മുടെ ആള് പിടിപിടില്ല. നീ നോക്കിക്കോ. ഇത് ഇത്തിരി ഓവറാണ് കേട്ടോ നിധി. ഞാനും കൂടെ വരാന്നല്ലേ പറഞ്ഞുള്ളൂ. അങ്ങനെ തനിച്ചൊന്നും പോകാൻ പറ്റൊന്നുമില്ല. കണ്ടില്ലേ? എന്നോട് തനിയെ പോകാൻ പറ്റില്ലെന്ന് പറയാൻ നിങ്ങൾ ആരാ? ഉച്ചയ്ക്ക് തന്നെ ഇയാളോട് കൂടെ വരണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇപ്പൊ എല്ലാവരുടെ മുന്നിൽ വെച്ചത് എടുത്തിട്ടിട്ട് സിമ്പതി ക്രിയേറ്റ് ചെയ്യാണോ? വരണ്ടെന്ന് ഒരു തവണ ഞാൻ പറഞ്ഞ സുഭാഷ് ചേട്ടൻ. പിന്നെ വീണ്ടും വീണ്ടും ശല്യം ചെയ്യുന്ന എന്താണ് ഒരു ചിരി? ഒന്നുമില്ലേട്ടാ. ഒരു കാര്യം ചെയ്താലോ? ഞാൻ വന്നാലും കൂടെ. തൊട്ടടുത്തല്ലേ സ്ഥലം. അന്ന് ഞാൻ നികേഷും കൂടി പോയതല്ലേ. രാവിലെ ഞാൻ ബസ് പോയിക്കോളാം, വൈകിട്ട് തിരിച്ചെത്തും. അതല്ല മോളെ, തനിയെ കഴിക്കാൻ എന്തൊരു വിഷമം. അതാ എന്റെ അച്ഛനും എന്നെ അങ്ങനെയാ വളർത്തിയത്. അതുകൊണ്ട് ഒരു സ്ഥലത്തേക്കും തനിയെ പോകാൻ ധൈര്യം ഇല്ലാതായി. ഇനിയെങ്കിലും അത് മാറണ്ടേ സുഭാഷേട്ടാ? തനിയെ എത്ര യാത്ര ചെയ്യാനുള്ളതാ ഇനി എനിക്ക്? ഇങ്ങനെ ഇതെല്ലാം എനിക്കൊന്നും ശീലാവട്ടെ. അടച്ചിട്ട് പൊത്തി പിടിച്ച് വളർത്തി എന്റെ എല്ലാ കോൺഫിഡൻസ് ഇല്ലാതാക്കിയത് അവരാ. ഒന്നും അറിയാത്ത ഒരാളാക്കി എന്നെ മാറ്റി. നിങ്ങളും അതന്നെ ചെയ്യല്ലേ? ആകെ അറിയാവുന്നത് പഠിക്കാനും മാർക്ക് വാങ്ങിക്കാനും മാത്രം. ലോകം എങ്ങനെയാന്ന് ഇനിയെങ്കിലും എനിക്ക് കാണണം. തനിയെ കാര്യങ്ങൾ ചെയ്യാൻ സ്വന്തം കാലിൽ നിൽക്കണം. അതെങ്ങനെയൊക്കെയല്ലേ തുടങ്ങി വെക്കാൻ പറ്റൂ? പ്ലീസ് സുഭാഷേട്ടാ. ശരിയാ, നീ പോയിട്ട് വാ. കയ്യിൽ ഫോണുണ്ടല്ലോ. എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. സൂക്ഷിച്ചു പോയിട്ട് വാ. ഈ സുഭാഷ് ചേട്ടാ നിങ്ങൾ വെറുതെ നീ ഉണ്ടായിരുന്നേ, അവിടെ തന്നെ പോയിട്ട് വരും. നീ പോയിട്ട് വാ കഴുകി. അയ്യോ പാവടാ. ഏടത്തി പോറായോ? ഒരു നിവൃത്തിയിലെത്തണോ? അല്ലെങ്കിൽ ആരും വന്നേനെ. സാരില്ലടാ, ഞാൻ എന്റെ ചെറിയ കുട്ടിയാണ്. നീ ക്ലാസ് ടെസ്റ്റ് മിസ്സാക്കണ്ട. അതെ ഒരു തവണ കൂടി ആലോചിച്ചിട്ട് മതി കേട്ടാ. ഇതുവരെ ഒരിടത്തും തനിയെ പോകാത്ത ആളാ, അത് മറക്കണ്ട. നിങ്ങളുടെ കൂടെ തനിയെ യാത്ര ചെയ്തതല്ലേ. ഒറ്റയ്ക്ക് പോകാൻ എനിക്കൊരു മടിയില്ല. ഓ അത് ശരി, എനിക്കിട്ട് പണിയാണല്ലേ. മോളെ ഇതില് ബിസ്ക്കറ്റും കുറച്ച് സ്നാക്സും ഉണ്ട്. വിശക്കുമ്പോ കഴിച്ചോ. എന്തിനാ സുഭാഷേട്ടാ ഇതൊക്കെ? ഇത്രയും ദൂരം പോകാനുള്ളല്ലേ മോളെ, വിശക്കില്ലേ? പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരല്ലേ? മോളെ അതുവരെ വിശന്നിരിക്കണ്ടല്ലോ. അല്ല നിധി ID കാർഡും ആധാർ കാർഡും ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ?
അല്ല ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ, മറന്നുപോയി. ആധാർ കാർഡ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ നടക്കുമായിരുന്നു ഓർമ്മയുണ്ടല്ലോ അല്ലേ? ശരി സുഭാഷേട്ടാ, ഞാൻ ഇറങ്ങാം. സുധീഷേ നീ കുട്ടി ബസ് കയറ്റി വിട്ടോ. ആ ശരി. മോളെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ വിളിക്കണേ. അല്ല ചാർജ് ഉണ്ടോ ഫോണില്? അതൊക്കെ ഉണ്ട്. അല്ല ചാർജറിനോട് കയ്യിൽ വെച്ചോ, അഥവാ ചാർജ് വന്നാലും കോളേജിൽ വെച്ച് കുത്തിയിടാലോ. അതൊന്നും വേണ്ട. എന്തൊരു കെയറാണപ്പാ. എടതി കോളേജിൽ നിന്ന് വീട്ടിലേക്ക് പോകും. ഞാനിതിന് അവിടേക്ക് പോണം. ഇനി ആ പടി ചോട്ടണെങ്കിലേ അവർക്ക് ഞാൻ ആരാണെന്ന് ബോധ്യപ്പെട്ടിട്ട് എന്നെ വിളിക്കണം. സുധീഷേ ഞാൻ എത്തിയേട്ടോ. വണ്ടി ഏതാ? അത് നിധിക്ക് പോവാൻ ഞാൻ വിളിച്ചു വരാൻ പറഞ്ഞതാ. എന്തിന്? ഞാൻ ബസ്സിൽ പോവല്ലോ. ഏയ് അതൊന്നും വേണ്ട. ഒന്നാമതേ നല്ല വെയില. ബസ്സിലൊക്കെ കയറി അവിടെ എത്തി തിരിച്ചു വരുമ്പോഴേക്കും നല്ല ടയർഡാവും. അതെന്തായാലും നന്നായി. നീ കാറ് കയറി പോയിട്ട് വാ. ശരി, ഉം. പോട്ടെ പോട്ടെ. ശരി. എടാ എടാ പിന്നെ ഇത് എന്റെ ട്രാവൽസിലെ വണ്ടിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ചോദിച്ച് അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞേക്കണം കേട്ടാ. പിന്നെ എനിക്കും നിങ്ങളുടെ പോലെ ഈ പണിയാണെന്ന് പറഞ്ഞേക്കല്ലേ കേട്ടാ. അപ്പൊ ഉടായിപ്പാണല്ലേ. ഉടാക്കിനൊപ്പടാണ്. അപ്പൊ നീ ഡീസൽ അടിക്കാനുള്ള ക്യാഷ് എടുക്ക്. അത് നീ പോയിട്ട് വാ, കാശൊക്കെ തരാടാ. കേറിക്കോ, ക്യാഷ് ഇതാ. തരാടാ, നീ വണ്ടി എടുക്ക. ആ ഡ്രൈവറിനോട് എന്താ പറയണേന്നറിയോ? എന്താ പറയണേ? ഇതെന്റെ സ്വന്തം വണ്ടിയാന്ന് പറഞ്ഞാൽ മതി എന്നായിരിക്കും. ഷേ നമ്മുടെ ചേട്ടനല്ലേ ആള്. അഡ്രസ് അതെ, AC കുറച്ച് കൂട്ടിയിട്ടേക്ക്. അയ്യോ വേണ്ട, എനിക്ക് ചുമ വരും. ഓ ആണോ? എന്നാ പിന്നെ കുറച്ചിട്ടാ മതി കേട്ടാ. ബൈ, സൂക്ഷിക്കണേ. പഠിക്കടാ. ഓടാ. ഈശ്വര, ഞാൻ സർട്ടിഫിക്കറ്റ്സ് വാങ്ങാൻ പോകുന്ന കാര്യം വീട്ടുകാരറിയാതെ നോക്കണേ. ആരും അറിയാതെ അത് എത്രയും പെട്ടെന്ന് എന്റെ കയ്യിൽ കിട്ടാൻ സഹായിക്കണേ. ഹലോ ശ്വേത, പറ. നീ പുറപ്പെട്ടില്ലേ? ഓവ് വന്നോണ്ടിരിക്കുക. 2-3 മണിക്കൂർ എടുക്കും. ഞാൻ ഹോസ്റ്റലുണ്ട്. കോളേജിൽ എത്തുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് വിളിച്ചു പറഞ്ഞാൽ മതി. ഞാൻ ഗേറ്റിൽ കാണും. ശരി. പിന്നെ നീ വിളിച്ചെന്ന് കേട്ടപ്പോ പിള്ളേർക്കെല്ലാം നല്ല സന്തോഷായി. നിന്റെ ഒരു വിവരം ഇല്ലാതെ വിഷമിച്ചിരിക്കായിരുന്നു എല്ലാരും. അയ്യോ, അതൊരു പ്രശ്നമാവില്ലല്ലോ അല്ലേ? എങ്ങനെയെങ്കിലും ചേട്ടൻ അറിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും പോകാനാണോ കാർ കയറിയത്? നീ കാറി കയറി എങ്ങോട്ട് പോവാനാ? തക്കലേക്ക് എടുത്തേ ഈ കുട്ടി പഠിച്ച കോളേജ് ഉണ്ട്, അവിടേക്ക്. എന്നാ ഞാനും തക്കലയ്ക്കാം. എങ്ങനെയുണ്ട് ദീദി പുതിയ ജീവിതം? പെട്ടെന്ന് വൈറലായല്ലോ അല്ലേ?